ഇന്ന് നമുക്ക് കുറുമ്പനായ ഒരു ആനക്കുട്ടന്റെ കഥ കേട്ടാലോ? ഒരിടത്തൊരു കാട്ടിൽ കുറുമ്പനായ ഒരു ആനക്കുട്ടനുണ്ടായിരുന്നു. മറ്റ് ചെറിയ മൃഗങ്ങളെ ഒരാവശ്യവുമില്ലാതെ അവൻ ഉപദ്രവിക്കും. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ കളിച്ചു നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ മരക്കൊമ്പിൽ അവൻ ഒരു കുരുവിയുടെ കൂട് കണ്ടു. ഉടനെ തന്നെ അവൻ ആ മരച്ചില്ല തുമ്പിക്കൈകൊണ്ട് പിടിച്ചു കുലുക്കാൻ തുടങ്ങി. ആ കൂട്ടിൽ കുറേ മുട്ടകളുണ്ടായിരുന്നു. പാവ അമ്മക്കുരുവി. അവൾ വേഗം പറന്നു വന്ന് ആനക്കുട്ടനോട് പറഞ്ഞു: ആനക്കുട്ടാ, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. എന്റെ മുട്ടകൾ താഴെ വീണ് ഉടഞ്ഞു പോകും. ആനക്കുട്ടൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ കൂടുതൽ ശക്തിയോടെ മരച്ചില്ല കുലുക്കി. കുരുവിയുടെ മുട്ടകൾ ഓരോന്നായി താഴെ വീണുടഞ്ഞു. പാവ അമ്മക്കുരുവി കരഞ്ഞു തളർന്ന് അവിടെ ഇരുന്നു. അവൾ ആനക്കുട്ടനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്കിതിനുള്ള ശിക്ഷ ഞാൻ തരും. അപ്പോൾ ആനക്കുട്ടൻ പറഞ്ഞു: ഇത്തിരി പോന്ന നീ എന്നെ എന്ത് ചെയ്യാനാണ്? ആനക്കുട്ടൻ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്നും എങ്ങോട്ടോ പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന ഒരു കടന്നൽ കുരുവിയെ സമാധാനിപ്പിക്കാനായി എത്തി. അമ്മ കുരുവി ആ കടന്നലിനോട് ചോദിച്ചു: ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? കടന്നൽ ചോദിച്ചു: ഞാൻ എന്ത് ചെയ്യാനാണ്? കുരുവി പറഞ്ഞു: എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്. ഞാൻ അത് പറയാം. അതിനു മുമ്പ് നമുക്ക് ഒരാളുടെ സഹായം കൂടി ആവശ്യമുണ്ട്. കുരുവി പറഞ്ഞു. എന്നിട്ട് അവൾ അടുത്ത കുളത്തിൽ താമസിക്കുന്ന തവളച്ചേട്ടനെ പോയി കണ്ടു. എന്നിട്ട് സഹായം അഭ്യർത്ഥിച്ചു. തവളച്ചേട്ടൻ വേഗം തന്നെ കുരുവിയെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ അമ്മ കുരുവി തന്റെ കടന്നൽ കൂട്ടുകാരെയും കൂട്ടി ആനക്കുട്ടൻ കളിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയതും കടന്നൽ കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി. അവർ ആനക്കുട്ടനെ കൂട്ടത്തോടെ ആക്രമിച്ചു. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പാഞ്ഞു. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടന്റെ കരച്ചിൽ കേൾക്കുന്നത്. ആനക്കുട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാം. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ ആടിതെറ്റി വീണത് ഒരു കൊക്കയിലേക്കായിരുന്നു. അമ്മ കുരുവി പറഞ്ഞതനുസരിച്ച് ഒരു കൊക്കയുടെ വശത്തിരുന്നായിരുന്നു തവളച്ചേട്ടൻ കരഞ്ഞത്. കുറേ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരിക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല.